ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ പാസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാനൊരു 10th കഴിഞ്ഞിട്ട് ഞാൻ 10th പഠിക്കുന്നത് എൻ്റെ നാട്ടുപ്രദേശത്തുള്ള ഒരു സ്കൂളിലായും പഠിച്ച്. അത് കഴിഞ്ഞ് +1 അഡ്മിഷൻ്റെ സമയത്ത് നമ്മളൊരു പാരൻസിൻ്റെ കൂടെ അഡ്മിഷൻ എടുക്കാൻ പോവുമായിരുന്നു. ആ സമയത്ത് ഞാൻ +1 എടുത്തത് സയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഓരോ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണല്ലോ ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ. അപ്പം എൻ്റെ ഒരു ടീച്ചർ ചോദിച്ചു, ഇയാൾ ഡിസബിലിറ്റി അല്ലേ, അപ്പോൾ എന്തിനാണ് സയൻസ് എടുക്കുന്നത്, വല്ല ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ അങ്ങനെ ചെറിയ ചെറിയ കോഴ്സ് എടുത്താൽ പോരെ, എന്തിനാണ് കഷ്ടപ്പെട്ടിട്ട് സയൻസ് എടുക്കുന്നത്, അതുകൂടാതെ നല്ലൊരു മാർക്കുള്ള, അതായത് ഫുൾ A+ കിട്ടിയവർ, അത്രയൊക്കെ കിട്ടിയവരെ കൂടെ ഇവർക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷേ ആ ഒരു സമയം നമുക്ക് പറയാൻ പറ്റില്ല. അത് ടീച്ചറിൻ്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പുള്ളിക്കാരത്തി അന്ന് ആ സമയത്ത് പറഞ്ഞതാണെങ്കിലും പിന്നീട് അതെനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആളെ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ അതെനിക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു സമയം എനിക്ക് ബാഡ് അടിച്ചു. കാരണം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിച്ചത് എന്നൊക്കെ ഒരു മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഒരു സപ്പറേഷനായിട്ട് കാണുകയാണ് ആ ടീച്ചർ. ഡിസബിലിറ്റി ആണ്, സോ ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ. പിന്നെ അതുകൂടാതെ ഞാൻ ബൈലാറ്റർ അല്ല ചെയ്തത്, വൺ ഇയറിൽ മാത്രമേ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കേൾക്കാൻ പറ്റുമോ. പിന്നെ അതുകൂടാതെ 60% കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കുട്ടികളുടെ കൂടെ ഇവർക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല അവരുടെ കൂടെ മാർക്ക് വാങ്ങാൻ പറ്റുമോ, ഇവർക്ക് ഇത്രയും ഉയർന്നതിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. പക്ഷെ ആ ഒരു സമയം ഞാനും ഉമ്മച്ചിയായിരുന്നു പോയത്. ഞങ്ങളുടെ ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം നമുക്ക് അതിന് ഉത്തരം പറയാനുള്ള ആ സമയമില്ല. ചിലവർ പറയില്ലേ എല്ലാത്തിനും ഉത്തരം ഒരു സമയമുണ്ട്, അതിനൊക്കെ സമയം കിട്ടും. പിന്നെ അതുകൂടാതെ +1 +2 പഠിക്കുന്ന സമയത്ത് ഞാൻ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടിയാണെന്ന് എൻ്റെ ക്ലാസ്സിലെല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ LKG മുതൽ 10th വരെ പഠിച്ച ഒരു സ്കൂളായിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള ഏരിയ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സ്പെസിഫിക്കേഷൻ അല്ല, നമ്മൾ ഇങ്ങനെ ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ അടുത്തേക്ക് വരാനൊക്കെ പേടിയായിരുന്നു. കാരണം ഇത്രയും ലക്ഷങ്ങളുള്ള മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തൊട്ടാൽ എന്തെങ്കിലും പറ്റിയാലോ, അങ്ങനെയൊക്കെ പേടിയായിരുന്നു കുട്ടികൾക്കൊക്കെ. പക്ഷെ ഇവിടെ ഞാൻ +1 ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഉമ്മച്ചോട് പറഞ്ഞു, ഉമ്മ അങ്ങനെ പറയണ്ട, എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ എന്നെ കണ്ടാൽ മതി എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ +2 സെൻഡ് ഓഫിൻ്റെ സമയത്താണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ ഇങ്ങനത്തെ ആളാണ്, കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ബെഞ്ചുമേലേ ഞാൻ ഇരിക്കേണ്ടായിരുന്നത്. കാരണം ഒരുപാട് ലോങ് ആകുമ്പം എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായി, ഇങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ സെക്കൻഡോ ഫസ്റ്റോ ബെഞ്ചുമേലെ ഇരിക്കാൻ പറ്റുള്ളൂ, ഒരുപാട് ലോങ് പോകുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്ന് വെച്ചാൽ അക്സസറീസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പം എന്ന് വെച്ചാൽ ഒരുപാട് അക്സസറീസ് ഉണ്ട്. നമുക്ക് ടീച്ചറിന് ഒരു മൈക്ക് യൂസ് ചെയ്യും, കുട്ടിക്ക് ഒരു മൈക്ക് യൂസ് ചെയ്യും, എത്ര ദൂരെയാണെങ്കിലും ടീച്ചർ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സമയം ഇല്ലായിരുന്നു. പിന്നെ അപ്പം സെൻഡ് ഓഫിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനത്തെ ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കരഞ്ഞു. അതുകൊണ്ടല്ലേ ആ കുട്ടികൾ അവിടെ ഇത്രയും ഫസ്റ്റ് സെക്കൻഡ് ബെഞ്ചിലായിരുന്നത്, പക്ഷെ അവളെന്തേ പറയാന്. അപ്പോൾ
അപ്പോഴാണ് ഞാൻ അറിയുന്നത്, എല്ലാവരോടും പറയായിരുന്നു എന്ത്. പക്ഷെ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇനി അങ്ങനെ പറയാത്തത് അങ്ങനെയൊക്കെ. കാരണം ആ ഒരു ഏജുള്ള കുട്ടികൾക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുമല്ല അവങ്ങനെ ഒരു കൺസിഡറേഷൻ കാണുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോ ചിന്തിക്കുന്നത് ആ സമയത്ത് നമ്മൾ ശരിക്കും എല്ലാവരോടും പറയണം. പറയേണ്ട മടി കാണിക്കേണ്ട ആവശ്യമില്ല എന്ന്. കാരണം പറയുമ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ വേണ്ടത്ര സപ്പോർട്ടും എല്ലാം കിട്ടുള്ളൂ. അത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ എന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ള കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ പറയുന്നതിനും മടിക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ +1 പാസ്സായി, +2 പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ കീമിന് കയറി. നീറ്റിനൊക്കെ റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻജിനീയറിങ് പോകാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ കീമിനാണ് കയറിയത്. കീമിന് കയറി എൻജിനീയറിങ് ആയിരുന്നു എടുത്തത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എടുത്തത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ് പഠിച്ചത്. അവിടെ പഠിച്ചപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ കോക്കർ ഇംപ്ലാന്റ് കഴിഞ്ഞാണ് എന്നൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ ചില കുട്ടികളിലുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ട്, ഇങ്ങനത്തെ കുട്ടിയായതുകൊണ്ട് എല്ലാവരും ഒരുമാതിരിയായിട്ട് കാണുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു തിങ്കിങ് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നതുകൊണ്ടാണ് അവരത്രയും മടി കാണിക്കുന്നത്. അപ്പോൾ അവരോട് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നതിന് എന്താ കുഴപ്പം, അങ്ങനെയൊക്കെ ഉമ്മച്ചി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ മനുഷ്യനാണ്, നെഗറ്റീവ് അടിക്കും പോസിറ്റീവ് അടിക്കും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അവരോട് പറയുമ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾക്ക് എന്താ ഒരു കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചിന്തിച്ചു നമ്മൾ എല്ലാവരോടും പറയുകയാണ് വേണ്ടത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിടെക് പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും ബിടെക് പോകാൻ പറ്റുമോ, അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷെ നമ്മളെ ലൈഫിൽ ഒരു തോട്ടുണ്ട്, എല്ലാ കാര്യവും നമുക്ക് സുഖമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് ഇപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഒരു ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകുമ്പോൾ ഒരു ഫീലിങ്സ് വേറെയാണ്. അതൊരു എനർജിക് പവർ എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് ഒരു സാറ് ചോദിച്ചിട്ടുണ്ടായി, അത് നമുക്ക് ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് നമുക്ക് സെമിനാർ അങ്ങനത്തെ ഒക്കെ ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പം അല്ല +2നൊക്കെ ക്ലാസ് എടുക്കും, പക്ഷെ കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പം ഒരു സാർ ചോദിച്ചു, എന്താ ഇയാൾ മലയാളിയാണോ അതോ അങ്ങനെയൊക്കെ ചോദിച്ചു. കാരണം നമ്മൾ സംസാരിക്കുന്ന ഭാഷയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ സാറിന് അങ്ങനെ തോന്നിയതായിരിക്കാം. പിന്നെ അതുമല്ല ബിടെക് പഠിക്കുമ്പോൾ കുറേ പുറത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചു എന്താ സാർ അങ്ങനെ ചോദിക്കാൻ കാരണം അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സാറ് ഒരു പേപ്പർ തന്നു, ഇയാൾക്ക് എങ്ങനെയാ ഒരു ചെവി കൊണ്ട് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ഇനി അതല്ല ഇയാളല്ലേ ഈ ഒരു ചെവിക്ക് പ്രശ്നമുണ്ട് ഉള്ള കുട്ടി എന്നാ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. പിന്നെന്താ ഇയാൾക്ക് ഇങ്ങനെ ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇത്രയും പറഞ്ഞത് ഞാൻ കേട്ട്, ഇനി ഒരു ചെവിന്ന് വെച്ചാൽ ഒരു ചെവിന്ന് അതെനിക്കെല്ലാം കേൾക്കാൻ പറ്റും, അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു തളർത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അത്രയ്ക്കും എനിക്ക് തിരിച്ചു പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് എവിടെയാന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ് മനസ്സിലാവില്ല. കാരണം പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ നമ്മളെ തളർത്തുന്ന വാക്കുകൾ യൂസ് ചെയ്യാം, പ്രവൃത്തിയിൽ യൂസ് ചെയ്യാം. പക്ഷെ നമ്മളത് തിരിച്ചു കൊടുക്കണം, അതിനൊരു ഉത്തരം കൊടുക്കണം, മുട്ടുന്നൊരു ഉത്തരം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ സൊസൈറ്റിയിലൊക്കെ
കുറച്ചും കൂടി മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം ഇന്നുണ്ട് പല ആൾക്കാരും ഉണ്ട് നമ്മളോട് ഇങ്ങനെ എന്ത് നിനക്ക് ഇത് ചെയ്യാൻ പറ്റൂലേ, അങ്ങനെ ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓഫ് കോഴ്സ് അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. പക്ഷെ ഈ പോസിറ്റീവ് പറയുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേ പേരുണ്ടെങ്കിലും നെഗറ്റീവ് ആൾക്കാരുണ്ടെങ്കിലും അതൊക്കെ അവരെ ഒഴിവാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണ്ട. പക്ഷെ ചില സന്ദർഭത്തിൽ ഈ നെഗറ്റീവ് ഉള്ള ആൾക്കാരോട് നമ്മൾ മറുപടി പറയേണ്ടത് പറയണം. അല്ലാതെ പക്ഷെ അവരോടൊന്നും പറയാതെ നമ്മൾ പോവുകയാണെങ്കിൽ അത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പം ഞാൻ ബിടെക് കഴിഞ്ഞു. കാരണം ആ ഒരു ബിടെക് എന്ന് പറയുമ്പോൾ ഫോർ ഇയേഴ്സ് ഉണ്ട്. അത് ഒരുപാട് ടീച്ചേഴ്സ് ഇല്ല. പക്ഷെ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇതുവരെ എന്താ പറയുക സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെ തളർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. സാറിന് എനിക്ക് സാറിന് അത്രക്കും ഇഷ്ടമാണ്. താജുദ്ദീൻ സാർ എന്നാണ് പറഞ്ഞത്. കാരണം പുള്ളിക്കാരോട് ഞാൻ ഇങ്ങനെ ആളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. സാർ എന്താ ഇപ്പം ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പം 2025 ആയില്ലേ, ഏകദേശം 4 years ആയി ബിടെക് കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്താ സാറിൻ്റെ സബ്ജക്റ്റും ഭയങ്കര ഇഷ്ടമാണ്. ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്നാണ് സാർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൂടാണ്ട് ഞങ്ങളെ പ്രിൻസിപ്പളും ആയിരുന്നു. എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ ചുറ്റും നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മളെ ഒരുപാട് തളർത്തിയിട്ട് അവസാനം ഒരു എന്താ പറയുക, ഇവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ട് ക്ലാപ്പ് അടിച്ചവരുണ്ട്. അപ്പോൾ എന്താ, ഇറ്റ്സ് നോട്ട് എ ഡിസബിലിറ്റി. ഈ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് ഡിസബിലിറ്റി ആവണം എന്നില്ല. പക്ഷെ ഒരു കണ്ണിന് കാഴ്ച കുറവുള്ള ഒരു കണ്ണടക്കുന്നവരുണ്ട്. പോട്ടെ, ഒരു ലെഗ് മുറിച്ചിട്ടുള്ളവർക്കൊക്കെ ലെഗിൻ്റെ ഇംപ്ലാന്റ് ചെയ്ത് നടക്കുന്നവരുണ്ട്. കൂടാതെ നടക്കാൻ പറ്റാത്തവർ വീൽ ചെയറിൽ കയറി പോകുന്നുണ്ട്. അവരെ ഒന്നും എന്താ പറയുക, ഞാൻ ഇതുവരെ അങ്ങനെ അവരെ കുറ്റപ്പെടുത്തുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഉണ്ടായിരിക്കാം, ചിലവർക്ക് ഇൻസിഡന്റ് ഉണ്ടായിട്ടിരിക്കാം, ചിലവർക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറവുള്ളവർക്ക് ഒരു സ്പെഷ്യൽ എനർജിക്ക് ഉണ്ട്. അതുമല്ലാത്ത ഒരു നോർമൽ ആൾക്കാരെക്കാട്ടും അവർ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലുള്ള കഴിവുകൾ അവർക്കുണ്ട്. പക്ഷെ അത് ആ കഴിവുകൾ എന്താണെന്ന് അവരെ കൊണ്ടുവരുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പം എൻ്റെ കഴിവ് എന്താണെന്ന് ഞാൻ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോരുത്തരുടെ കഴിവുകളുണ്ട്. It's not a disability. It is like a special, എന്താ പറയുക, ഒരു മാജിക്കൽ പേഴ്സൺ ആണ് അവരൊക്കെ നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കുന്നു. അത്രയും അവർ പവർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് ആൾക്കാരായിട്ട് മാറും. അത് സത്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ജേർണി ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം കുറേ പേർക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാണ് പല ആൾക്കാരെയും തോട്ടിലുള്ളത്. പക്ഷെ എൻ്റെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് എല്ലാവർക്കും എൻ്റെ അനുഭവം പോലെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ഇതുവരെ കേട്ടത്. ഇനി അഥവാ ഉണ്ടോയെന്ന് അറിയില്ല. ഇനി അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതായത് അങ്ങനെയൊക്കെ ഉണ്ടായതാണെങ്കിലും നമുക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ളത് എനിക്ക് ആ സമയമൊക്കെ എന്ന് വെച്ചാൽ ഉമ്മച്ചി മാത്രമേ. ഞാനും ഉമ്മച്ചിയും പറയുന്നത് അത്രയും ക്ലോസ് ആയിരുന്നു. അപ്പോൾ അത് തുറന്നു പറയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയോണ്ടാണ് ഞാൻ അത്രയും ജേർണി പാസ്സായി പോയത്, മൂവ് ചെയ്തത്. ഇനി അഥവാ എനിക്ക് പറയാൻ ആരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അത്രയും ഡൗൺ ആവുകയായിരുന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞതാണെങ്കിലും ഞാൻ സംടൈംസ് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡോ അല്ലെങ്കിൽ മദേഴ്സോ പാരൻസോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ
വി ക്യാൻ എക്സ്പെക്റ്റ്ലി മൂവ് ഓൺ. നമുക്കത് പറ്റും. എങ്ങനെയാണ് നമുക്ക് ഒരു എനർജിക്കായിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും, അതൊക്കെ നമുക്കെല്ലാം കഴിയാൻ പറ്റും. അതുകൊണ്ട് എന്താ ഈ വീഡിയോ ഇനി പാരൻസ് ആണെങ്കിലും കോക്കർ ഇംപ്ലാന്റ് ചെയ്ത ആൾക്കാരാണോ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ വി ഹാവ് ടു, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഓൾമോസ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ട്. അതെന്താന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അതുകൊണ്ട് എനിക്കത് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടല്ലോ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് കൂടാതെ അത് നമുക്ക് സ്കില്ലുണ്ടാവില്ല, പക്ഷെ നമുക്ക് വേറെ കാര്യം, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ സ്കില്ലുണ്ടാവും, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കണ്ടുപിടിച്ചിട്ട് അതിനായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.